അനശ്വര ഇന്ദ്രിയത്വം അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്നുള്ള മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട് PVR ഫോറമോളിൽ വന്നിരിക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ ഡയറക്റ്റഡ് ബൈ ദീപു കരുണാകരൻ. ഡയറക്ടർ ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് ക്രേസി ഗോപാലൻ. പിന്നെയുള്ളത് പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് തേജ ബൈ, അങ്ങനെ കുറച്ച് സിനിമകളാണ്. വിൻ്റർ എന്നുള്ള സിനിമയൊക്കെയാണ്. അതൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തേജ ബൈ മിക്കവരും കണ്ടിട്ടുണ്ടാവും പൃഥ്വിരാജിൻ്റെ. പക്ഷേ എനിക്കിഷ്ടമുള്ള പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമ ക്രേസി ഗോപാലനാണ്. അത് കിടില സാധനമായിരുന്നു. അതിനുശേഷം കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാൻ അനശ്വര രാജ് എന്നുള്ള ഒരു ഒറ്റ പേര് കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ വൈഫിനും അനശ്വരേനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാ സിനിമയും അനശ്വരയുടെ കാണാറുണ്ട്. വളരെ ചുരുക്കം സിനിമകളെ ചിലപ്പോൾ പോലും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് വരാറുള്ളൂ. ഈ സിനിമ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വലിയൊരു പ്രമോഷനൊന്നും ഇല്ലാതെ വന്നൊരു സിനിമ, തീരെ തിയേറ്റേഴ്സും ഇല്ല. ഭാഗ്യത്തിന് ഇത് ഫോറമോളിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോയത്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഈ സിനിമ തെറ്റിച്ചു. ഞങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് തോന്നി, ഫണ്ണായിട്ട് തോന്നി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു രാത്രി നടക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഇതിനകത്തുള്ള മെയിൻ ലീഡ് ആക്ടറായിട്ടുള്ള ഇന്ദ്രജിത്തും അനശ്വരയും തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾ ക്രിഞ്ചായിട്ട് തോന്നിയേക്കാവുമായിരുന്നു എന്ന് തോന്നിയ സീനൊന്നും ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തില്ല. അത് രസമായിരുന്നു. അത് ഈ സിനിമയുടെ ഒരു വിജയമാണെന്ന് ഞാൻ പറയും. അതുമാത്രമല്ല, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോഴേക്കും നമുക്ക് ഇവരൊരു പെയറായിട്ടൊക്കെ സങ്കല്പിക്കാൻ പറ്റി. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനാണേലും എൻ്റെ വൈഫാണെങ്കിലും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒരു എഴുത്ത് അങ്ങനെയാണ്. ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ തുടക്കം സിനിമയിൽ ഇവർ രണ്ടുപേരും കാണുമ്പോൾ നമ്മൾ ഇവരെങ്ങനെ നായകനാവണമെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ച് പോകും. ഇതിനകത്ത് ഈ ഒരു സിനിമയിലൊരു ക്യാരക്ടർ തന്നെ വന്ന് പറയുന്നുണ്ട്, ഒരു ചേട്ടൻ വന്ന് പറയുന്നുണ്ട്, ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ മാച്ച് അല്ല എന്ന് തോന്നി എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളി തന്നെ തിരുത്തി പറയുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കും അനുഭവിക്കും ഈ സിനിമ കണ്ടപ്പോഴേക്കും. വളരെ കുറവ് ആളുകൾ ഈ സിനിമ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന തരം ഒരു സിനിമയാണെന്നാണ് എനിക്ക് ഫീൽ ആയത്. അതുമാത്രമല്ല, പുതിയ യങ്ങർ ജനറേഷൻ എത്ര പേര് ഇതായിട്ട് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അനശ്വരയുടെ ഓരോ എക്സ്പ്രഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അനശ്വര ഇങ്ങനെ നോക്കുമ്പോഴുള്ള ആ ഉണ്ടക്കണ്ണും അതുപോലെ മൂക്കിങ്ങനെ ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് സട്ടിലുള്ള കാര്യം എന്ന് പറയുക. ഒരു വളരെ നല്ലൊരു ആക്ട്രസ്സിന്, വളരെ നല്ലൊരു പെർഫോമറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതൊരു ഡയറക്ടറും ഏതൊരു ക്യാമറമാനും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിപ്പോയി. ധൈര്യമായിട്ട് അനശ്വരേനെ ഫേസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേ ഷോട്ട് എടുക്കാമെന്ന്. കാരണം ഷീ വിൽ നെവർ ഡിസപ്പോയിൻറ്റ്. ഷീ ഈസ് എ ഗ്രേറ്റ് ആക്ട്രസ് ഫ്രം ദ റീസെൻറ്റ് ടൈംസ്. പുതിയ ജനറേഷൻ, യങ്ങർ ജനറേഷനിൽ ഐ വുഡ് സേ ഷീ ഈസ് ദ ഫൈനസ്റ്റ് ആക്ട്രസ്. അത് ഞാൻ പറയും. കാരണം അതങ്ങനെ പറയാനുള്ള കാരണം പലപ്പോഴും അനശ്വര നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് നേര് കണ്ടപ്പോഴാണ്. ഓക്കെ, ഉദാഹരണം സുജാതയിൽ കിടുവായിരുന്നു. പക്ഷേ നേര് കണ്ടപ്പോൾ എൻ്റെ പൊന്നു, അതിനകത്ത് അനശ്വര ലാലേട്ടനെ പോലെയും സിദ്ദിഖിക്കെ പോലെ ഒരാളുണ്ടായിട്ടും അതൊക്കെ മുകളിൽ വന്നെന്ന് എനിക്ക് തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് ഭയങ്കരം തന്നെയായിരുന്നു. അനശ്വര അത്ര കിടുവായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അതേപോലെ തന്നെ പ്രണയവിലാസത്തിൽ അനശ്വരയുടെ അഭിനയം കിടുവായിരുന്നു. എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനശ്വരേനെ മിക്ക സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈവൻ കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു സിനിമയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര കണക്റ്റായ ഒരു പടമാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അതിനകത്ത് എനിക്ക് അനശ്വരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനശ്വര എക്സെൻട്രിക് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതങ്ങനെ കാരിക്കേച്ചർ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ഈവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാരിക്കേച്ചർ മോഡൽ പടമാണ് നമ്മുടെ ഈ അടുത്തുള്ള പൈങ്കിളി എന്നുള്ള സിനിമ. അത് എല്ലാവർക്കും ഒന്നും ദഹിക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് ആ സിനിമ കണക്ട് ആയി. കാരണം എനിക്ക് അതിൻ്റെ ജോണർ മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാരിക്കേച്ചർ ലെവൽ, സ്പൂഫ് ലെവലിൽ എടുത്തിരിക്കുന്ന പടം. അതിനകത്ത് അനശ്വര കിട്ടില്ല. അതിനകത്ത് ഒരു മറ്റേ ലോക്ക് ഒരു പാട്ടുണ്ട് നമ്മുടെ സൂപ്പർ സിംഗർ 4 ഉണ്ടായിരുന്ന നമ്മുടെ ജോർജ് പീറ്റർ പാടിയ. അതിനകത്ത് ഇങ്ങനെ കുഞ്ഞുപുഴിനെ പോലെ ചാടിപ്പോണ സീനുണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നത് അത്രയും സ്നേഹത്തോടെ ഉണ്ട്. ഞാൻ ഒരു അനിയത്തിയെ പോലെ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അനശ്വര, ഇഫ് യു വാച്ചിങ് ദിസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനശ്വരയുടെ പെർഫോമൻസ്. ആ പണിയിലൊക്കെ എന്ന് പറഞ്ഞ പാട്ടിൽ ഇങ്ങനെ ചാടിപ്പോകുന്നൊരു സീനുണ്ട്. ഇന്ത്യ പൊന്നു, അത് ആക്ച്വലി ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രാസ് ഓപ്പറൊക്കെ ചാടിപ്പോണ പോലെ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ്. എനിക്ക് എല്ലാ സിനിമയിലും എനിക്ക് ഇഷ്ടപ്പെടുകയാണ്. ഈ സിനിമയിലും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ഭയങ്കര രസമായിട്ട് തോന്നി.
1 മീറ്റർ കുറച്ച് മുകളിൽ പോയാൽ ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നിയേക്കാം, 1 മീറ്റർ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് ആവാതെ പോയിരിക്കാം എന്ന് തോന്നിപ്പോകുന്ന ഒരു പാടാണ്. പക്ഷേ ബിക്കോസ് ഓഫ് ഹെർ ആക്ടിങ് ആൻഡ് ഈവൻ ദോ ഇന്ദ്രജിത്ത് ഉണ്ടായിട്ട് കൂടിയും, ഇന്ദ്രജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടർ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ആക്ടറാണ് ഇൻ മലയാളം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഐ വുഡ് സ്റ്റേറ്റ് ദിസ് മൂവി ഗോസ് ടു ഹെർ പെർഫോമൻസ്. ഇന്ദ്രജിത്തും വളരെ ഈക്വലി ഗുഡ് തന്നെയായിരുന്നു. പക്ഷേ എന്നെ ഈ സിനിമയെ പിടിച്ചിരുത്തിയ മെയിൻ ഫാക്ടർ ഡെഫിനറ്റ്ലി അനശ്വരയാണ്. എൻ്റെ വൈഫിനും അതേ കാര്യമാണ് തോന്നിയത്. വൈഫും അതേ കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതെന്തൊരു പേരാണെന്ന് തോന്നിയേക്കാമായിരുന്നു എന്ന് തോന്നാൻ സാധ്യതയുള്ള ഒരു സിനിമ നമ്മളെ കൊണ്ട് തന്നെ അത് തിരുത്തി പറയിപ്പിക്കുന്ന രീതിയിൽ എൻഡ് ചെയ്യുന്നു. അതും ഒരു സാധാരണ മലയാള സിനിമ എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒന്നും അല്ല ഈ സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറൻ്റാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ തമാശയായിട്ടുള്ള കുറേ നർമ്മം കലർന്ന സീൻസൊക്കെ ഉണ്ട്. അതും നമ്മുടെ ട്രിവാൻഡ്രം പോത്തീസ് കാണിച്ചുകൊണ്ട് ഒരു സീനുണ്ട്. ഇതിനകത്ത് ദീപു കരുണാകരൻ എന്നുള്ള ഡയറക്ടർ തന്നെ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ആ റോളിൽ പുള്ളി വന്നൊരു ഡയലോഗ് അടിക്കുക, ഞാൻ എന്താണെന്ന് പറയുന്നില്ല, ചിരിച്ച് മണ്ണ് കപ്പി. എനിക്ക് പണ്ട് ആസിഫ് അലിയുടെ ഒരു മൂവി കണ്ടപ്പോഴേക്കും ചമ്പാഗ്നി എന്ന് പറഞ്ഞ ഷാമ്പയിനെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു സാധനമുണ്ട്. എൻ്റെ മോനെ അത് ഞാൻ അനുഭവം ശരിക്കും ചിരിച്ചേട്ടാ, ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ബ്രാൻഡ്സ് കേട്ട് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കും. ആ ലെവലൊരു സാധനം, അത് അടിപൊളി റേറ്റിംഗ് ആയിരുന്നു. എന്തായാലും അതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് തമാശ. അത് ഭയങ്കര രസമായിരുന്നു. അത് ഒരു മിസ് പ്രൊണൗൺസിയേഷനാണ്. പക്ഷേ അത് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഓണർ തന്നെ അത് മിസ്പ്രൊണൗൺസ് ചെയ്യുന്നത് അത് ഭയങ്കര രസമായിരുന്നു. അത് ഇതിൻ്റെ ഫ്ലോയിൽ വന്നു പോകുന്നൊരു സാധനമാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചില ഇടങ്ങളിൽ ഒരു പഴയ രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് കയറി വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളെ മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഭയങ്കര പുതിയ രീതിയിലുള്ള ടെക്നിക്കാലിറ്റി, ക്യാമറ വർക്ക് പരിപാടികളൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്നുകൊണ്ട് ഇതിനകത്ത് ആ പണ്ടത്തെ ടൈപ്പ് ഒരു ക്യാമറ വർക്ക് പരിപാടിക്ക് വലിയ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. ഈ സിനിമ എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എടുത്തൊരു പടമാണെന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രം എനിക്ക് ഇതിനകത്തൊരു പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. അനുഭയ്ക്ക് അതൊന്നും അങ്ങനെ ഫീൽ ചെയ്യുക, അനുഭവം അങ്ങനെയൊന്നും ശ്രദ്ധിച്ചൊന്നും ഇല്ലായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പടം വരിക കാണുക എൻജോയ് ചെയ്ത് പോകുക, ആ മൈൻഡിലുള്ള ഒരാളാണ്. ഞാനാണ് ഈ ടെക്നിക്കാലിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയും തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് മാത്രം അത് ഫീലായി. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, ഫാമിലി ഓഡിയൻസ് ഈ സിനിമ കാണാൻ പോയാൽ അവർ തീർച്ചയായിട്ടും നിരാശ ആവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നല്ല ഫൺ പടമായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഇന്നലെ ആണ് ഞാൻ ഈ സിനിമ രാത്രി കണ്ടത്. അപ്പോൾ ഇതെൻ്റെ 4ാമത്തെ സിനിമയാണ്. രാവിലെ ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കണ്ടു, അതിനുശേഷം നരിവേട്ട കണ്ടു, അതിനുശേഷം ആസാദി കണ്ടു, അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കണ്ടത്. എന്നിട്ട് ഞാൻ പറയാണ്, എൻ്റെ ഇന്നലത്തെ ഫുൾ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ കിടന്ന് ഇന്നലെ ഉറങ്ങിയത്. കാരണം കണ്ട 4 സിനിമയും രസമുള്ള പടങ്ങളായിരുന്നു ഇൻ എ വെരി വെരി ഡിഫറെൻറ്റ് മാനർ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ശരി, ആസാദിയാണെങ്കിൽ കിഡിലും സസ്പെൻസും ട്വിസ്റ്റോടുകൂടിയുള്ള പടങ്ങൾ. നമ്മുടെ നരിവേട്ടയാണെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ഈ സിനിമയാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ, ലൈറ്റ് ഹാർട്ടഡ് മൂവി. അപ്പോൾ 4 സിനിമ കണ്ടിട്ടും ബോറടിച്ചില്ല, 4 സിനിമ കണ്ടിട്ടും മടുപ്പ് തോന്നിയില്ല. 4 സിനിമയും അത്രയും ഗുണമുള്ളതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റിയത്. അത് വളരെ റെയറായിട്ട് വരുന്ന സംഭവം. ചിലപ്പോൾ ഒരു ദിവസം 4, 5, 6 പടം കാണുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പടമോ 2 പടമൊക്കെ മോശമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇന്നലെ അങ്ങനെ എനിക്കൊരു ഫീലിങ്ങേ ഉണ്ടായില്ല. എന്തായാലും ഈ കൊല്ലം ഞാൻ അടുപ്പിച്ച് 4 പടം കണ്ടതിൽ, അല്ലെങ്കിൽ 3ന് മുകളിൽ പടം കണ്ടതിൽ എല്ലാ പടവും ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഐ ആം വെരി ഹാപ്പി. എന്തായാലും എൻ്റെ ഓർമ്മയിൽ ഈ ഒരു ദിവസം ഞാൻ ഓർത്തിരിക്കും. കാരണം 4 പടവും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ദീപു കരുണാകരൻ ചേട്ടാ, നിങ്ങളുടെ കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ആദ്യത്തെ സിനിമയായ നമ്മുടെ ക്രേസി ഗോപാലനാണ് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പടം നിങ്ങളുടെ കേട്ടോ. എന്നാലും തൊട്ടടിയിൽ വെക്കാൻ കൊള്ളാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഏരീസ് പ്ലക്സിൻ്റെ ആ സൈഡ്, നമ്മുടെ ലെനിൻ സിനിമാസ് ഉള്ള സൈഡ്, നമ്മുടെ സെൻട്രൽ സ്റ്റേഷൻ ആ സൈഡ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, ആസാദ് ബിരിയാണിയുടെ അങ്ങോട്ടേക്ക് പോകുന്ന പാലം, ഇതൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഈവൻ നമ്മുടെ അനുപയ്ക്കാണേലും, ഈവൻ എൻ്റെ വൈഫ് അനുപയ്ക്കാണേലും
അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് സിനിമയിലൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അടുത്ത് തന്നെ അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈവൻ നമുക്ക് അവിടെ ചില ആളുകളോട് താല്പര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ സ്ഥലത്തെ പല സ്ഥലങ്ങളും ഭയങ്കര മെമ്മറീസാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകൾ കിട്ടുന്നതും ഈവൻ വളരെ ഇഷ്ടപ്പെട്ട തിയേറ്ററൊക്കെ ഉള്ള സ്ഥലമാണ്. ഏരീസ് ഓഡി വൺ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിയേറ്ററാണ്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ കുറച്ച് ഫുഡുകളുണ്ട്, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈവൻ വിഴിഞ്ഞം കാണിച്ചായിരുന്നു, ഉസ്താദ് ഹോട്ടൽ കാണിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ പൊറോട്ട, അവിടുത്തെ നമ്മുടെ ചെമ്മീൻ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ട് തൊട്ട് ചാനൽ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവിടെ കാണിച്ചായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കൊച്ചിയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ വിരലെണ്ണാവുന്ന സ്ഥലത്ത് നല്ല പൊറോട്ട കിട്ടാറുള്ളൂ. അതുപോലെയല്ല കൊല്ലവും ട്രിവാൻഡ്രം ചെല്ലുമ്പോൾ നല്ല അടിച്ച് വീശി അടിച്ച് നല്ല ലെയറുള്ള പൊറോട്ട കിട്ടും. അതുപോലെ ഒറോട്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈവൻ സീ ഫുഡ് ആണെങ്കിൽ തന്നെ എനിക്കിവിടെ ഫോർട്ടിച്ച് സൈഡിൽ പോയാൽ നല്ല കിട്ടും. എന്നാലും ഞാൻ പറയുന്നത് ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്ത് നിന്ന് കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ വറ്റൽമുളകൊക്കെ ഇട്ടുള്ള ഫുഡ്. നിങ്ങൾക്കറിയില്ല എനിക്ക് എത്രത്തോളം ഫുഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അനുഭവിക്കും കുറേ ഓർമ്മകൾ ഈ സിനിമ സമ്മാനിച്ചു. അതും ഈ സിനിമ ഇഷ്ടപ്പെടാൻ ഒരു കാരണമായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ദ ഡയറക്ടർ ഫോർ ഷോയിങ് us ട്രിവാൻഡ്രം ആഫ്റ്റർ എ ലോങ് ടൈം. എന്തായാലും ഞങ്ങൾ അടുത്ത് തന്നെ ട്രിവാൻഡ്രത്ത് റോഡൊക്കെ റെഡിയായി കഴിയുമ്പോഴേക്കും വരും. കുറേ പേരുടെ വിചാരം ഞങ്ങൾ വരാത്ത മറ്റു കാരണത്താലാണെന്നാണ്. അതൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മരട് തൊട്ട് അങ്ങോട്ടേക്കുള്ള റോഡ് നിങ്ങൾക്കറിയാലോ, അവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഹൈവേ വൈഡനിങ് ഒക്കെ ചെയ്ത് റെഡിയായി കഴിയുമ്പോഴേക്കും ഞങ്ങൾ എന്തായാലും വരും. കാരണം ട്രിവാൻഡ്രത്ത് വന്നാൽ നമുക്കിങ്ങനെ ഓട്ടോയിൽ അങ്ങോട്ടും കൂടെ പോലിനേക്കാളും ഇഷ്ടം നമ്മൾ ഇവിടുന്ന് കാർ ഓടിച്ചു വന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നതൊക്കെയാണ്. അപ്പോൾ എന്തായാലും റോഡ് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വരും. അതിന് മുന്നേ അതിയായ ആഗ്രഹം മൂക്കനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റേ ട്രെയിനിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ സൗകര്യമൊക്കെ ആയിട്ടുള്ള ഒരു ട്രെയിനില്ലേ, അല്ലെങ്കിൽ നല്ല ഒരു ചെയർക്കാർ ട്രെയിൻ കിട്ടുകയാണെങ്കിൽ വരും കേട്ടോ. ആ ട്രെയിനിൻ്റെ പേര് കിട്ടണല്ലോ, എന്താണ് ആ ട്രെയിനിൻ്റെ പേര്? മറ്റേ സീറ്റൊക്കെ ഇങ്ങനെ ചെരിയണ ട്രെയിൻ ഉണ്ടായിരുന്നു പുതിയതായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ടുവന്നത്. അതിൻ്റെ പേര് കിട്ടണില്ലല്ലോ, എന്തോന്ന് അതിൻ്റെ പേര്? എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റ.